സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് പല തെറ്റിദ്ധാരണകളുണ്ട്. കുറേ കാര്യങ്ങൾ ശരിയാണ്, കുറേ കാര്യങ്ങൾ തെറ്റാണ്. ഇപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഓപ്ഷണൽ പേപ്പർ എന്നുള്ളതാണ്. UPSCയുടെ സിവിൽ സർവീസിൻ്റെ മെയിൻസ് പരീക്ഷയിൽ മൊത്തം 7 പേപ്പേഴ്സാണ് നമുക്കുള്ളത്. ഈ 7 പേപ്പറിൽ 4 ജനറൽ സ്റ്റഡീസ് പേപ്പറും 2 ഓപ്ഷണൽ പേപ്പറും ഉണ്ട്. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് എഴുതേണ്ട ഒരു പേപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ അത്ര ഡെപ്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ചിട്ട് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ഡെപ്തിൽ പോകേണ്ട ഒരു സബ്ജക്റ്റായിട്ടാണ് UPSC കാണുന്നത്. മൊത്തം 26-നടുത്ത് ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ 2 പേപ്പേഴ്സാണ് നമ്മൾ UPSCയിൽ മെയിൻസിനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് UPSC ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു സ്ട്രാറ്റജിക് ഡിസ്കഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും ഡെപ്ത് വേണം എന്നുള്ള ചിന്ത UPSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓണേഴ്സിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഓപ്ഷനിലും പൊതുവെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പല സബ്ജക്റ്റും തിരഞ്ഞെടുക്കാം. ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രോപോളജി, മലയാളം ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് പൊതുവെ സ്റ്റുഡൻസ് തിരഞ്ഞെടുക്കാറുള്ള ഓപ്ഷണൽ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കാണാറുള്ളത്. ഇതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷണൽസിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഓപ്ഷണൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. ഓപ്ഷണൽസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിട്ടാണ് നമുക്ക് UPSCയിൽ കാണാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മുടെ റാങ്ക് പോലും തീരുമാനിക്കപ്പെടുന്നത് ഓപ്ഷണലിൻ്റെ മാർക്ക് വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GS പേപ്പേഴ്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 40 to 45% ആണ്. 250-ൽ ഒരു 110 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും അത് വളരെ നല്ല മാർക്കായിട്ടാണ് GSൽ കണക്കാക്കുന്നത്. നേരെ മറിച്ച് ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് 250-ൽ 150, 160 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടോട്ടൽ ഒരു ടോപ്പറിൻ്റെ മാർക്ക് ഒരു 800 മാർക്കാണെങ്കിൽ ഒരു 350 മാർക്ക് വരെയും ഈ ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിട്ടുള്ള 2 പേപ്പറിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ഓപ്ഷണൽ സബ്ജക്ട്സിൻ്റെ മാർക്ക് വെച്ചിട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷണൽ ചൂസ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി വിവേകപൂർവ്വം ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഓപ്ഷണൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് വലിയൊരു സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ അറൗണ്ട് ഒരു 30% ഓഫ് ദി ഡെയിലി സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷനിൽ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ് എടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യലിയും മെൻ്റലിയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം പലപ്പോഴും ഒരു 3-4 മാസം കഴിയുമ്പോഴായിരിക്കും കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവുക എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയി എന്നുള്ളത്. അപ്പം ഇത് വളരെയധികം ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. പ്രിപ്പറേഷനെ വളരെ അഡ്വൈസ് ആയിട്ട് ബാധിക്കുന്ന രൂപത്തിലോട്ട് മാറാറുണ്ട്. അതുകൊണ്ട് ഓപ്ഷണൽ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ വൈസായിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഒരു ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഗ്രാജുവേഷനാണ്. ഇപ്പോൾ ഒരാൾ പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേഷൻ എടുത്ത ഒരാളാണെങ്കിൽ, ഡിഗ്രി എടുത്ത ഒരാളാണെങ്കിൽ അതേ സബ്ജക്റ്റ് തന്നെ ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട്. കാര്യം അദ്ദേഹം ഓൾറെഡി ഗ്രാജുവേഷന് പഠിച്ച സാധനം തന്നെയാണ് ഓപ്ഷനിന് വേണ്ടിയിട്ടും പഠിക്കുന്നത്. അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, മലയാളം ലിറ്ററേച്ചർ, ഇതേപോലുള്ള ഓപ്ഷൻസിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. പക്ഷേ ഓപ്ഷണൽ ഗ്രാജുവേഷൻ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ് ഒക്കെ BTechന് പഠിച്ച ഒരാൾ ആ സമയത്ത് അത് നല്ലോണം പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫൂളിഷായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായിട്ട് ഓപ്ഷണലായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സായിട്ട് ഉള്ളൊരു ഓവർലാപ്പാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യോളജി, പൊളിറ്റി, എക്കണോമിക്സ്, ഇതേപോലത്തെ സബ്ജക്ട്സ് നമുക്ക് GSനും ഉണ്ട്, നമുക്ക് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ചും കൂടി ടൈം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും സെയിം തന്നെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണപ്രദമാകാറുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സസ് ആണ്. കാര്യം ഒരു ഡിഗ്രി ഓണേഴ്സിൻ്റെ അത്രയും ഡെപ്തിൽ പഠിക്കാനുള്ളൊരു സബ്ജക്റ്റിന് നമുക്ക് വേണ്ട രൂപത്തിലുള്ള റിസോഴ്സസ് വേണം. അത് ഫാക്കൽറ്റീസിൻ്റെ രൂപത്തിലായിരിക്കണം, മെൻറ്റേഴ്സിൻ്റെ രൂപത്തിലായിരിക്കണം, അതേപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ രൂപത്തിലായിരിക്കണം. ഈ കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷനെ വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് പ്രൈമറിലി നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ താല്പര്യം. എത്രമാത്രം നമുക്ക് ആ ഒരു ഓപ്ഷനിലോട് താല്പര്യമുണ്ടോ
അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഓപ്ഷനിൽ ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. കാര്യം ഡെയിലി ഒരു 30% ഓഫ് ദി ടൈം നമ്മൾ ഓപ്ഷനിൽ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യണം. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷനെ വളരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആസ്പിറൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് വളരെ തെറ്റായ രൂപത്തിൽ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യരുത്. 2, പിയർ പ്രഷർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഓപ്ഷനിൽ ചൂസ് ചെയ്യരുത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇന്ന പെർട്ടിക്കുലർ ഓപ്ഷനിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും എടുക്കാൻ പോകാമെന്ന് പറയുന്നത് നമ്മുടെ കരിയർ പ്രോസ്പെക്ട്സിനെ വളരെയധികം ബാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതും വളരെ ഫൂളിഷ് ആയിട്ടുള്ളൊരു ആക്റ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. വളരെ സയൻറ്റിഫിക് ആയിട്ട് ചിന്തിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷനിൽ ചൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതായിരിക്കണം ഒരു സയൻറ്റിഫിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾക്ക് വേണ്ട ഒരു 3-4 ഓപ്ഷണൽസിന് നമ്മൾ ചൂസ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഓപ്ഷണൽസായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അന്വേഷണം നമ്മൾ നടത്തുക. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെൻറ്റേഴ്സിനോട് സംസാരിക്കുക, ഫാക്കൽറ്റീസിനോട് സംസാരിക്കുക, ആ സബ്ജക്ട്സിൻ്റെ ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേട്ട് നോക്കുക, അതാത് ഓപ്ഷണൽസായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന NCERT ബുക്സ് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ ആ ഓപ്ഷണൽസിൻ്റെ ടോപ്പർ കോപ്പീസ് ഒന്ന് വായിച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത് നമ്മൾക്ക് പോസിബിൾ ആണോ എന്നുള്ളതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതേപോലത്തെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തതിന് ശേഷം ഒരു 2-3 മാസം എടുത്തിട്ട് മാത്രമേ നമ്മളൊരു ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ പാടുള്ളൂ.